ഗൈസ്, നമ്മൾ ഹെയർ എക്സ്റ്റൻഷനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം അതിൽ നമുക്ക് ഐ-ടിപ്പ് എക്സ്റ്റൻഷനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതിന് വേണ്ടി മെയിനായിട്ട് വേണ്ടിയ സംഭവമാണ് ടിപ്പെന്ന് പറയുന്ന ഐ-ടിപ്പ് അല്ലേ? ഈ ഐ-ടിപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് അതിന് നമ്മൾ ശരിക്കും ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ വെച്ചിട്ടാണ് നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഇത് ഒറിജിനൽ ഫസ്റ്റ് ക്വാളിറ്റി ഹെയറാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് ക്വാളിറ്റി ഹെയർ വെച്ചിട്ട് എക്സ്റ്റൻഷൻ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇത് ഗ്ലൂ കണക്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പ്ലഗിൽ കൊടുത്ത് ഓൺ ചെയ്തിരിക്കുക. ഇത് ചൂടാവട്ടെ. ഹ്യൂമൻ ഹെയർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ മോഡൽസ് നമ്മൾ 1 ഗ്രാം ഹ്യൂമൻ ഹെയർ ആണ് ഐ-ടിപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഇത് സ്മൂത്ത് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്തെടുക്കാം, പിന്നെ കളറിങ് ചെയ്ത് എടുക്കാം, ഏത് കളർ വേണമെങ്കിലും ചെയ്തെടുക്കാം. എന്നിട്ടൊക്കെ നമ്മൾ ഈ ട്രീറ്റഡ് ഹെയർ ഉണ്ടല്ലോ, നമ്മുടെ സ്മൂത്തനിങ് ചെയ്ത് സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്ത ഹെയറുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ക്ലയൻസൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ തന്നെ നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്യാൻ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്കിത് എപ്പോഴും എടുക്കുന്ന 1 ഗ്രാം ആണ് കേട്ടോ. 1 ഗ്രാം ഹെയർ വേണം യു-ടിപ്പ് ആയാലും ഐ-ടിപ്പ് ആയാലും നമ്മൾ എടുക്കേണ്ടത്. ഇതിപ്പോൾ ഐ-ടിപ്പാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ മെഷീൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു സംഭവം ഗ്ലൂ ആണ് ഇത്. കണ്ട ഇത് വെച്ചിട്ടാണ് നമ്മൾ അത് നമ്മൾ മെഷീൻ്റെ അകത്തേക്ക് വയ്ക്കുന്നു. കണ്ട ഇതായിട്ടുണ്ട്. കൈ കൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ. മെഷീൻ കയ്യിലെങ്ങാനും കൊണ്ടുകഴിഞ്ഞാൽ അത് പൊള്ളി അവിടെ കൊണ്ട് നാശമാവും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ മോൾ ഭാഗം നീണ്ടു വെക്കുന്നതിനെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇതുണ്ട് ഐ-ടിപ്പായി. സിമ്പിളല്ലേ? ഇതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഇതാണ് നമ്മൾ നാനോറിങ്ങിലൊക്കെ ഇട്ടിട്ട് ഐ-ടിപ്പ് എക്സ്റ്റൻഷൻ ചെയ്യും. ഓക്കെ, ഇതെല്ലാം മനസ്സിലാക്കാമല്ലോ. എപ്പോഴും നമ്മൾ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോഴത്തേനും ഒറിജിനൽ ഹ്യൂമൻ ഫസ്റ്റ് ക്വാളിറ്റി ഹെയർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അല്ല, എത്ര പെട്ടെന്നാണ് ഞാനൊരു ഐ-ടിപ്പ് ഉണ്ടാക്കിയത് അല്ലേ? അതേപോലെ തന്നെ യു-ടിപ്പും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. കണ്ട നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് എന്തെങ്കിലും നീണ്ടിരിപ്പുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഇടുന്ന നിരപ്പാക്കി കൊടുക്കും. മനസ്സിലായില്ല നമുക്ക് ഈ മെഷീന് അത്യാവശ്യം വിലയുള്ള മെഷീനാണ് കേട്ടോ. ഇത് ഞാൻ 3000 കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. നല്ല നിങ്ങൾ വാങ്ങിക്കുമ്പോഴും നല്ല കമ്പനി സാധനം നോക്കി വാങ്ങിക്കാൻ, പ്രൊഫഷണൽ ഐറ്റം നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചീത്തയായി പോകുന്നുണ്ട്. അതേപോലെ നമ്മൾ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്ന ഇതല്ല ക്രോക്കഡൈൽ ക്ലിപ്പ് എന്ന് പറയും ഇതിന്. പിന്നെ അതേപോലെ തന്നെ സാധാരണ യൂസ് ചെയ്യുന്ന സ്റ്റീൽ ക്ലിപ്പ്. ഇത് രണ്ടും അത്യാവശ്യമാണ് കേട്ടോ. ഇനിയും വേണ്ടിയ സാധനങ്ങൾ വേറെ ഉണ്ട്. അതുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.
എല്ലാവർക്കും